ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണം ശ്രീ രാഘവൻ്റെയും താപസന്മാരുടെയും കഥാസന്ദർഭത്തിലേക്ക് തന്നെ മടങ്ങാം. സജ്ജനങ്ങളായ താപസന്മാരുടെ ഇപ്രകാരമുള്ള വാക്കു കേട്ടപ്പോൾ ധർമ്മസ്വരൂപി രാഘവൻ ഉത്തരം അരുളി ചെയ്തു. മാമുനിമാരായ നിങ്ങൾ എന്നോട് ഇപ്രകാരം പറയരുത്. നിങ്ങൾ കൽപ്പിക്കുന്നത് അനുസരിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. തൻ കാര്യം ഒന്നുകൊണ്ടു മാത്രം ഞാൻ വനവാസത്തിന് തയ്യാറായി. അത് രക്ഷോബാധയേൽക്കുന്ന നിങ്ങളെ രക്ഷിക്കുവാൻ കൂടി ഉപയുക്തമാകുന്നത് ഭാഗ്യമല്ലേ? പിതൃനിർദ്ദേശമനുസരിച്ച് അരണ്യത്തിലെത്തിയ എനിക്ക് തപസ്വിവര്യന്മാരായ നിങ്ങളുടെ കാര്യസിദ്ധി കൂടി വരുത്തുവാൻ സാധിച്ചാൽ ബഹുബല സിദ്ധിയുള്ളതായി തീർന്നു ഈ വാസം. മഹർഷിമാരെ ഉപദ്രവിക്കുന്ന രാക്ഷസന്മാരെയെല്ലാം ലക്ഷ്മണനോടുകൂടിയ ഞാൻ വധിക്കുന്നതാണ്. അനുജനോടുകൂടിയ എൻ്റെ വീര്യം മഹത്വമേറിയതാണെന്ന് തപോധനന്മാർ കാണും. ഇങ്ങനെ മഹർഷിമാർക്കെല്ലാം അഭയം കൊടുത്ത ധർമ്മമൂർത്തി സൗമിത്രിയോടും സീതയോടും കൂടി അവരുടെ അനുജ്ഞപ്രകാരം സുതീഷ്ണാശ്രമത്തിലേക്ക് എഴുന്നള്ളി. ശത്രുസംഹാരരൂപിയായ ശ്രീരാമൻ സൗമിത്രിയോടും സീതാദേവിയോടും ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരോടും കൂടി അല്പദൂരം പിന്നിട്ട് ജലപൂർണങ്ങളായ നദികൾ കടന്നു. ആകാശസ്പർശിയും കരിങ്കാറ് പോലെ ഉള്ളതുമായ വന്മലക്കാട് കണ്ടു. ജാനകീദേവിയോടുകൂടിയ ദശരഥനന്ദനന്മാർ വിചിത്രങ്ങളായ മാമരങ്ങൾ ചൂഴ്ന്ന മഹാരണ്യത്തിലെത്തി. പൂവും കായും നിറഞ്ഞ വൃക്ഷങ്ങളാൽ അലങ്കൃതവും മരപുരികളോട് കൂടിയതുമായ ആശ്രമം വിജനസ്ഥലത്ത് വിരാജിക്കുന്നു. ചേറും അഴുക്കും ചിടയുമേന്തി ഐഹിക ലോകത്തെപ്പറ്റി യാതൊന്നും അറിയാതെ കഠിന തപസ്സിലിരിക്കുന്ന തപോവൃത്തനായ സുതീഷ്ണ മാമുനിയുടെ സമീപം അണഞ്ഞ് ദേവൻ ഉണർത്തിച്ചു. ധർമ്മജ്ഞനായ മാമുനീന്ദ്ര, ദാശരഥി രാമനാണ് ഞാൻ. ഭഗവാന്റെ ദർശനത്തിനായി വന്നതാണ്. എന്നെ അവിടുന്ന് സ്വീകരിക്കണം. ഭഗവാൻ സുതീഷ്ണൻ ധർമ്മിഷ്ഠ ശ്രേഷ്ഠനായ വീരരാമനെ രണ്ടു കൈകളെ കൊണ്ടും ഗാഢാലിംഗനം ചെയ്തുകൊണ്ട് അരുളി ചെയ്തു. ധാർമ്മിക സത്തമനായ വീരരാമ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഈ ആശ്രമം സനാഥമായി തീർന്നു. എൻ്റെ ശരീരം ഭൂമിയിൽ ഉപേക്ഷിച്ച് സ്വർഗം പ്രാപിക്കാനത് യശസ്വിയായ അങ്ങയുടെ വരവ് കാത്തിട്ടാണ്. പിതൃവാക്യ പരിപാലനത്തിനായി നാടുവിട്ട് ചിത്രകൂടാചലത്തിൽ എത്തിയതു മുതൽ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയും. മാത്രമല്ല സുരേശ്വരനായ ശതക്രതു ഇവിടെ വന്ന് വർത്തമാനങ്ങളെല്ലാം പറയുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ സൽക്കർമ്മം നിറഞ്ഞ തപസ്സിനാൽ ലോകങ്ങളെല്ലാം ജയിച്ച് ദേവഋഷി സ്ഥാനത്ത് എത്തിയിരിക്കുന്നതായി മഹാദേവനായ അമരനാഥൻ എന്നെ അറിയിച്ചു. രാഘവ, ഞാൻ വിജയിച്ച പുണ്യലോകങ്ങളിൽ എൻ്റെ അനുഗ്രഹം കൊണ്ട് ഭവാൻ പത്നിയോടും സഹോദരനോടും ഒന്നിച്ച് സ്വച്ഛന്തം വിഹരിച്ചാലും. കൊടും തപസ്സുകൊണ്ട് അമേയ പുണ്യം സമ്പാദിച്ച സത്യസന്ധനായ ആ മാമുനിയോട് വിധാതാവിൻ്റെ സമീപത്തിൽ ദേവേന്ദ്രൻ എന്ന പോലെ കാകുൽസ്ഥൻ ഉണർത്തി. അവിടുന്ന് അനുഗ്രഹിച്ചേകിയ ലോകങ്ങളെല്ലാം ഞാൻ ഏറ്റുവാങ്ങിക്കൊള്ളാം. ഈ മഹാരണ്യത്തിൽ യോജിച്ചൊരു പാർപ്പിടം എനിക്ക് അവിടുന്ന് നിർദ്ദേശിച്ചു തരണം. അവിടുന്ന് എന്തിനും ശക്തിയുള്ളവനാണെന്നും ആർക്കും ഇഷ്ടങ്ങളേകുവാൻ തൽപരനാണെന്നും ഗൗതമനായ ഭഗവാൻ ശരഭംഗൻ അരുളി ചെയ്തിട്ടുണ്ട്. ശ്രീരാമചന്ദ്രൻ്റെ വാക്കുകൾ കേട്ട് അതിസന്തുഷ്ടനായ ബ്രഹ്മഋഷി സുതീഷ്ണൻ മധുരമായി പറഞ്ഞു. ഈ ആശ്രമം ഏറ്റവും വിശിഷ്ടമാണ്. സന്തുഷ്ടനായി ഇവിടെ വാണാലും എക്കാലത്തും കായ്കനികൾ സുലഭമായിട്ടുണ്ട്. അനേകം മഹർഷിമാർ തപസ്സു ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ യാതൊരു കൂസലും കൂടാതെ മൃഗങ്ങൾ ഭയമേകത്തക്ക വിധം കൂട്ടം കൂട്ടമായി ഇവിടെയെല്ലാം ചുറ്റി നടന്ന് മടങ്ങിപ്പോകും. ഇങ്ങനെ മൃഗങ്ങളെ കൊണ്ടല്ലാതെ മറ്റൊരു വിഷമവും ഇവിടെയില്ല. ബ്രഹ്മഋഷിയുടെ വാക്കു കേട്ടപ്പോൾ ലക്ഷ്മണ പൂർവജൻ ശരസഹിതമായ വില്ല് വലിച്ച് ധീരതയോടെ പറഞ്ഞു. ഭഗവാനെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നെത്തുന്ന മൃഗങ്ങളെ ഇടിവാള് പോലെയുള്ള കൂരമ്പുകൾ കൊണ്ട് ഞാൻ നിഗ്രഹിക്കും. അത് അവിടത്തേക്ക് സുഖമേകട്ടെ. മനോഭയം ഉണ്ടാകുന്നതിൽ അധികം കഷ്ടമായിട്ട് എന്താണുള്ളത്? അനേക ദിവസങ്ങൾ ഇവിടെ തന്നെ വസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. വരദനായ ബ്രഹ്മഋഷി സുതീഷ്ണനോട് ഇത്രയും പറഞ്ഞ് സന്ധ്യാവദനത്തിനായി ശ്രീരാമൻ അനുജനോടും പത്നിയോടും ഒന്നിച്ച് എഴുന്നള്ളി മോഹനമായ ആ ആശ്രമത്തിൽ താമസിച്ചു. മഹർഷീശ്വരന്മാർ ഭക്ഷിക്കുന്ന പരിപാവനമായ അന്നം മഹാത്മാവായ സുതീഷ്ണൻ സ്വന്തം കൈകൾ കൊണ്ടുതന്നെ സീതാലക്ഷ്മണ സമേതനായ മനുജേശ്വരനെ ആ നിശയിൽ സൽക്കരിച്ച് ഏകി. ഭഗവാൻ സുതീഷ്ണൻ്റെ ഹൃദയംഗമായ അതിഥി സൽക്കാരം അനുഭവിച്ച് രാത്രി കഴിഞ്ഞു. പ്രഭാതത്തിൽ യഥാസമയം ഉണർന്ന് എഴുന്നേറ്റ ശ്രീരാമചന്ദ്രൻ സീതാലക്ഷ്മണ സംയുക്തനായി താമരപ്പൂ മണം വീശുന്ന സരസിൽ കുളിർ ജലത്തിൽ സ്നാനം ചെയ്തു. പിന്നീട് അഗ്നിയെയും ദേവന്മാരെയും പൂജാവന്ദനാദികൾ ചെയ്തു. താപസവര്യന്മാർ വസിക്കുന്ന അരണ്യത്തിൽ ദശരഥനന്ദനന്മാർ മൈഥിലിയോടൊന്നിച്ച് ഉദിച്ചു വരുന്ന സൂര്യനെ ദർശനം ചെയ്ത് സുതീഷ്ണ മാമുനിയുടെ സവിധത്തിലെത്തി ഇപ്രകാരം ഉണർത്തിച്ചു. ഭഗവാനെ, പൂജ്യനായ അവിടുത്തെ പൂജ കൊണ്ട് ഞങ്ങൾ സസുഖം വസിച്ചു. അവിടുത്തോട് വിട ചോദിക്കുന്നു. ഞങ്ങൾ യാത്രയാകട്ടെ. മഹർഷീശ്വരന്മാർ ഞങ്ങളെ ജാഗ്രതപ്പെടുത്തുന്നു. ദണ്ഡകാരണ്യത്തിൽ വസിക്കുന്ന യതിവര്യന്മാരുടെ ആശ്രമം മുഴുവൻ കാണുവാൻ ഞങ്ങൾക്ക് ധൃതി തോന്നുന്നുണ്ട്.
സംയമ നിരതരും ധർമ്മനിത്യരും ജ്വാലയില്ലാത്ത അഗ്നി പോലെ ഉള്ളവരുമായ ഈ മുനിശ്രേഷ്ഠന്മാർക്കും ഞങ്ങൾക്കും വിട തരണം. അന്യായധനം സമ്പാദിച്ച ദുഷ്പ്രഭുവിനെ പോലെ പൊറുക്കുവാൻ വയ്യാത്ത ശക്തിയോടുകൂടി ആദിത്യൻ ഉയരുന്നതിന് മുമ്പേ പോകുവാൻ ആഗ്രഹമുണ്ട്. ലക്ഷ്മണനോടും വൈദേഹിയോടും കൂടി രാഘവൻ മുനീന്ദ്രപാദങ്ങളിൽ നമസ്കരിച്ചു. സസ്നേഹം അവരെ എഴുന്നേൽപ്പിച്ച് മുറുകെ ആലിംഗനം ചെയ്ത് അരുളി ചെയ്തു: രാമ, സൗമിത്രിയോടും നിഴൽ പോലെ പിന്തുടരുന്ന സീതയോടും ഒന്നിച്ച് പോയാലും വഴി സുഖമായി തീരട്ടെ. ദണ്ഡകാരണ്യവാസികളും തപസാൽ ഭാവിതാത്മാക്കളുമായ ഈ മഹർഷിമാരുടെ ഹൃദയഹാരികളായ ആശ്രമങ്ങളെല്ലാം ഹേ വീര പോയി കാണൂ. ധാരാളം കായും കനികളും ഒത്ത് പൂത്തു നിൽക്കുന്ന കാടുകൾ, ഉത്തമ മൃഗ സമൂഹങ്ങൾ, നിർമ്മല ജലം വികസിച്ചു നിൽക്കുന്ന താമരപ്പൂക്കൾ എന്നിവ ചേർന്ന സരസുകൾ, കൺകക്കുന്ന അരുവികൾ, ആറുകൾ, കേകാരവത്തോടെ വിഹരിക്കുന്ന മയിലുകളാൽ രമണീയങ്ങളായ വനങ്ങൾ, ഇവയെല്ലാം അങ്ങേക്ക് കാണാം. ലക്ഷ്മണ, അഗ്രജനെ അനുഗമിച്ച് പ്രകൃതിയുടെ മനോഹാരിത്വം കാണൂ. വീണ്ടും നിങ്ങൾ എൻ്റെ ആശ്രമത്തിലേക്ക് വരണം. അവിടുത്തെ നിർദ്ദേശം അനുസരിച്ചു കൊള്ളാം. 3 പേരും മാമുനിയെ പ്രദക്ഷിണം വെച്ച് പോകുവാൻ ഒരുങ്ങി. ഉടനെ ജാനകീദേവി ഉത്തമ തുണീരങ്ങളും വില്ലുകളും നിശിത ഖഡ്ഗങ്ങളും എടുത്ത് ആ ജ്യേഷ്ഠാനുജന്മാരുടെ കയ്യിൽ കൊടുത്തു. തുണീരങ്ങൾ അണിഞ്ഞ് ശ്രേഷ്ഠധ്വനിയോടുകൂടിയ ചാപങ്ങൾ ധരിച്ച് ആശ്രമം വിട്ടു പോകുവാൻ ശ്രീരാമലക്ഷ്മണന്മാർ തയ്യാറായി. ബ്രഹ്മർഷി വിട നൽകി. അഴകേറിയ ദശരഥനന്ദനന്മാർ വാളും വില്ലുമേന്തി സീതാദേവി ഒന്നിച്ച് വേഗത്തിൽ യാത്രയായി. ഭഗവാൻ സുധീഷ്ണൻ്റെ അനുജ്ഞയോടെ പുറപ്പെട്ടപ്പോൾ മഹാപ്രഭുവായ ഭർത്താവിനോട് ജാനകീദേവി സ്നേഹപൂർണവും ഹൃദ്യവുമായ വാക്കുകൾ ഇപ്രകാരം പറഞ്ഞു: ഈ വലിയ ധർമ്മം നേടുവാൻ അതിബുദ്ധി കൊണ്ട് ആലോചനാപൂർവമായ വിധി തന്നെ വേണം. കാമം എന്ന വ്യസനം വിട്ടുവയ്ക്കല്ലാതെ അതിന് സാധ്യവുമല്ല. കാമത്താൽ ഉണ്ടാകുന്ന വ്യസനങ്ങൾ 3 എണ്ണമാണ്. ഒന്നാമത്തേത് അസത്യകഥനം. ഇതിനു മീതെ നിൽക്കുന്ന 2 എണ്ണമാണ് പരനാരീഗമനവും വൈരമില്ലാതെയുള്ള നിഗ്രഹവും. പ്രഭോ, അവിടുന്ന് ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. അധർമ്മ വർദ്ധകമായ പരസ്ത്രീവാഞ്ച ഇന്നുവരെയും അവിടുത്തേക്ക് ഉണ്ടായിട്ടില്ല. അത്തരമൊരു ചിന്ത പോലും സ്വപത്നീരഥനായ അവിടുത്തെ ഹൃദയത്തിൽ ഉണ്ടാകുന്നതുമല്ല. സത്യസന്ധനും മഹാത്മാവും ശ്രീമാനുമായ ലക്ഷ്മണാഗ്രജ, പിതൃകൽപ്പന അക്ഷരം പ്രതി നിറവേറ്റുന്ന അവിടുന്ന് സത്യധർമ്മങ്ങളുടെ ഉത്ഭവസ്ഥാനമാണ്. ഇവ അവിടുത്തെ ഹൃദയത്തിൽ അചഞ്ചലമായി സ്ഥിതി ചെയ്യുന്നു. ഇന്ദ്രിയങ്ങളെ അടക്കി വയ്ക്കലല്ലാതെ ഇത് സാധിക്കുന്നതല്ലല്ലോ. അവിടുന്ന് ജിതേന്ദ്രിയനാണെന്ന് എനിക്കറിയാം. അതികഠിനമാണ് 3ാമത്തേത്. നേരിട്ട് തെറ്റു ചെയ്യാത്തവരെ മൗഢ്യത്താൽ നിർദാക്ഷിണ്യം നിഗ്രഹിക്കുക. ഈ തെറ്റു പറ്റാവുന്ന സന്ദർഭം അവിടുത്തേക്ക് അടുത്തിരിക്കുന്നു. വീരവീരനായ അവിടുന്ന് ദണ്ഡകാരണ്യത്തിൽ വസിക്കുന്ന മുനിമാരെ രക്ഷിക്കാമെന്നും യുദ്ധത്തിന് രാക്ഷസ വിനാശം ചെയ്യാമെന്നും ഏറ്റിട്ടുണ്ടല്ലോ. സഹോദര സമേതനായ അവിടുന്ന് ആയുധമേന്തി ദണ്ഡകവനത്തിലേക്ക് പോകുന്നത് അതുകൊണ്ടല്ലേ? കോദണ്ഡപാണിയായി ശരം കൈക്കൊണ്ട് അവിടുത്തെ കാണുമ്പോൾ എനിക്ക് വ്യസനമാണ് വർദ്ധിക്കുന്നത്. അവിടുത്തെ സ്വഭാവം അറിയുന്ന ഞാൻ പദ്യമായതും നന്മയേറിയതും ചിന്തിച്ചു. ദണ്ഡകാരണ്യത്തിലേക്കുള്ള അവിടുത്തെ പോക്ക് എനിക്ക് തൃപ്തി തരുന്നില്ല. അതിനുള്ള കാരണം പറയുന്നത് സദയം അവിടുന്ന് ചെവികൊള്ളണം. വില്ലും അമ്പും കയ്യിലെടുത്ത് അനുജനോടൊന്നിച്ച് വൻകാട്ടിലേക്ക് പോകുന്ന അവിടുന്ന് ഏതു കാടിനെ കണ്ടാലും അമ്പയച്ചെന്ന് വന്നേക്കാം. ഉണങ്ങിയ വിറക് അഗ്നി സമീപത്തിലിരുന്നാൽ തേജസ് വർദ്ധിക്കുന്നത് പോലെ ചാപബാണങ്ങളേന്തിയ ക്ഷത്രിയന്മാർക്ക് ബലം തീർച്ചയായും വർദ്ധിക്കും. സന്തുഷ്ടങ്ങളായ പക്ഷിമൃഗാദികളോടുകൂടി ഒരു വൻകാട്ടിൽ സത്യസന്ധനും നിർമ്മലനുമായ ഒരു ഋഷിവര്യൻ പണ്ട് താമസിച്ചിരുന്നു. ആ യതിശ്രേഷ്ഠൻ്റെ തപോവിഘ്നം വരുത്തുവാൻ ശചീപതിയായ ദേവേന്ദ്രൻ തീർച്ചപ്പെടുത്തി. ശൂരനായൊരു യോദ്ധാവിൻ്റെ വേഷത്തിൽ വാനവർക്കോൻ ആശ്രമത്തിൽ ചെന്ന് അത്യധികം മൂർച്ചയുള്ള ഒരു വാൾ ന്യാസമായി ആ പുണ്യാത്മാവിൽ വശം കൊടുത്തുവത്രേ. ഏൽപ്പിച്ച വസ്തു സൂക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം തികച്ചും അറിയുന്ന മുനി താൻ തികച്ചും വിശ്വസ്തനാണെന്ന് വ്യക്തമാക്കത്തക്ക വിധം സ്നാനത്തിന് പോകുമ്പോഴും കായ്കനികൾക്ക് പോകുമ്പോഴും ആ നിശിത ഖഡ്ഗം കൈവശം വെച്ചിരുന്നു. അതിൻ്റെ ഭംഗിയിലും മൂർച്ചയിലും ശ്രദ്ധ പതിഞ്ഞു. തപോനിഷ്ഠ അല്പം കുറഞ്ഞു. ക്രമത്തിൽ ബുദ്ധി ഹിംസയിലേക്ക് തിരിയുക മാത്രമല്ല, അതിൽ രസിക്കുവാൻ തന്നെ തുടങ്ങി. ശശ്രു സംസർഗം കൊണ്ട് അധർമ്മചാരിയായി അവസാനം നരകത്തിൽ പതിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. അഗ്നിയെപ്പോലെ ശശ്രു സംസർഗവും ആപത്തിന് കാരണമാണ്. സ്നേഹ ബഹുമാനങ്ങളാൽ ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഉപദേശിക്കുകയോ പഠിപ്പിക്കുകയോ അല്ല. കോദണ്ഡപാണിയായ അവിടുന്ന് ദണ്ഡകവനത്തിൽ അനേകം അസുരന്മാരെ കണ്ടുവെന്ന് വരാം. യാതൊരു വൈരവും ഇല്ലാതെ അവരെ വധിക്കുവാൻ അവിടുത്തേക്ക് തോന്നരുതേ. തെറ്റു ചെയ്യാത്ത ഏതൊരു വ്യക്തിയെയും നിഗ്രഹിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വനവാസികളായ ആർത്തന്മാരെ രക്ഷിക്കുകയാണ് വില്ലെടുത്ത വീരക്ഷത്രിയൻ്റെ ധർമ്മം. ആയുധം എവിടെ? വിപിനം എവിടെ? ക്ഷത്രിയ വീര്യം എവിടെ? തപോധർമ്മം എവിടെ? ഇവ തമ്മിൽ യോജിക്കുകയില്ല. നാം
ദേശധർമ്മത്തെ ആദരിക്കുകയല്ലേ വേണ്ടത്? അതുകൊണ്ട് പ്രഭോ, ആയുധമെടുത്താൽ ബുദ്ധി ദുഷിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്ഷത്രിയധർമ്മം വീണ്ടും അയോധ്യയിൽ തിരിച്ചെത്തിയതിനു ശേഷം എടുക്കാം. നാട് വിട്ട് കാടുപോകിയ അവിടുന്ന് മുനിചര്യയിൽ ഇരിക്കുന്നതാണ്. ശാശ്വത സന്തോഷത്തെ എനിക്ക് മാത്രമല്ല ശ്വശൂരന്മാർക്കും കൂടി നൽകുക. ധർമ്മത്താൽ അർത്ഥമുണ്ടാകും, ധർമ്മത്താൽ സുഖം നേടാം, ധർമ്മത്താൽ എല്ലാം തന്നെ സിദ്ധിക്കും. ഈ ലോക ജീവിതത്തിൻ്റെ കാതൽ തന്നെ ധർമ്മമാണ്. ദേഹസുഖത്തിൽ അല്പം പോലും ആസക്തിയില്ലാതെ, ആരോഗ്യത്തിൽ പോലും സ്മരണയില്ലാതെ അതിയജ്ഞം ചെയ്തിട്ടാണ് ധാർമ്മിക ജീവിതത്തിൽ നിപുണന്മാർ ആകുന്നത്. സുഖം സമ്പാദിക്കുവാൻ സാധിക്കുകയില്ല. ആത്മാവിനെ നിർമ്മലമാക്കി തപോവനത്തിന് യുക്തമായ ധർമ്മം അവിടുന്ന് ചെയ്യുക. അവിടത്തേക്ക് അറിയാത്തവയല്ല ഞാൻ പറയുന്നത്. 3 ലോകങ്ങളിലുമുള്ള തത്വങ്ങൾ കൂടി അവിടത്തേക്ക് കരതല മലകം പോലെ ആണ്. മഹാപ്രഭോ, ഇത്രയും ഞാൻ പറഞ്ഞത് വെറും സ്ത്രീചാപല്യം കൊണ്ട് മാത്രമാണ്. ധർമ്മമൂർത്തിയായ അവിടുത്തോട് ധർമ്മം ഉപദേശിക്കുവാൻ ആർക്കാണ് സാധിക്കുക? അനുജനോടുകൂടി ആലോചിച്ച് തീർച്ചയാക്കിയ കാര്യങ്ങൾ ചിത്ത സംതൃപ്തി നേടത്തക്ക വിധം താമസമെന്യേ ചെയ്തു തീർക്കുക. പാവന പ്രേമത്താൽ വൈദേഹി പറഞ്ഞതു കേട്ട് ശ്രീരാമചന്ദ്രൻ ഉത്തരം ഇപ്രകാരം ഓതി. ദേവി, സ്നേഹസമ്പന്നയായ അവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും ഹിതമായതാണ്. ജനകാത്മജയായ ഭവതിയുടെ വംശമാഹാത്മ്യത്തെയും ധർമ്മജ്ഞാനത്തെയും വെളിപ്പെടുത്തുന്നവയുമാണ്. എന്നാൽ ഞാനൊന്ന് പറയാം. ആർത്തന്മാരുടെ ശബ്ദം ഉണ്ടാകാതിരിക്കുവാനാണ് ക്ഷത്രിയന്മാർ വില്ലെടുക്കുന്നത് എന്ന് ദേവി തന്നെ പറഞ്ഞില്ലേ? ഹേ മൈഥിലി, കാട്ടിലുള്ള കായ്ക്കനികൾ ഭക്ഷിച്ച് ധർമ്മത്തിൽ നിന്ന് അണുവും വ്യതിചലിക്കാതെ നിയമാനുഷ്ഠാനം ചെയ്യുന്ന ദണ്ഡകാരണ്യവാസികളായ മാമുനിമാരാണ് ശരണ്യരായി എന്നെ ശരണം പ്രാപിച്ചത്. ഘോരകർമ്മനിരതരായ അരക്കന്മാർ കാരണം അവർക്ക് സ്വൈര്യം ലഭിക്കുന്നില്ല. അത്രമാത്രം ഭയമാണ് ആ യതിവര്യന്മാർക്ക് ഉണ്ടാകുന്നത്. അതാതു കാലങ്ങളിൽ വിധിപൂർവകമായ നിയമങ്ങൾ ആചരിക്കുന്ന ആ വന്ധ്യതാപസന്മാരെ ഭീമാകാരന്മാരും മാംസപ്രിയന്മാരുമായ നിശാചരന്മാർ ഭക്ഷിക്കുന്നു. ഭേദരായ ദ്വിജവര്യന്മാരാണ് ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണേ എന്ന് എന്നോട് പറഞ്ഞത്. അവരുടെ നാവിൽ നിന്ന് ഇപ്രകാരം പുറപ്പെട്ടത് കേട്ടപ്പോൾ ആ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഉത്തരം ഉണർത്തി. നിങ്ങൾ എന്നിൽ പ്രസാദിക്കണേ. ഞാൻ അങ്ങോട്ട് വന്നു കാണേണ്ടുന്ന ബ്രാഹ്മണോത്തമന്മാർ എൻ്റെ സമീപത്തിൽ വന്നത് എനിക്ക് അപരിമിതമായ ലജ്ജ ഉണ്ടാക്കുന്നു. ഞാൻ എന്തു ചെയ്യണമെന്നാണ് കൽപ്പിക്കുന്നത്? ഏകകണ്ഠത്തിൽ നിന്നെന്ന പോലെ അവരെല്ലാം ഒന്നിച്ച് ഇപ്രകാരം പറഞ്ഞു. കാമരൂപികളായ അനേകം അസുരന്മാർ ദണ്ഡകാരണ്യത്തിൽ ഞങ്ങളെ ഉപദ്രവിക്കുന്നു. ഞങ്ങൾ അതീവ ദുഃഖിതരാണ്. രാമ, അങ്ങല്ലാതെ മറ്റാരും ഞങ്ങളെ രക്ഷിക്കുവാൻ ഇല്ല. ഹോമാദികൾ ചെയ്യുമ്പോൾ, യജ്ഞകർമ്മങ്ങൾ നടത്തുമ്പോൾ അജയ്യരും മാംസഭക്ഷകരുമായ രാക്ഷസന്മാർ വന്ന് അവയെ മുടക്കുന്നു, ഞങ്ങളെ അലട്ടുന്നു. ആ ഘോരന്മാരെ കൊണ്ട് വിഷമം അനുഭവിക്കുന്ന സാധുക്കളായ തപസ്വികളാണ് അഭയാർത്ഥികളായി എത്തിയ ഈ ഞങ്ങൾ. ഭവാനല്ലാതെ ഉറ്റബന്ധുവായി മറ്റാരുമില്ല. കുമാര, തപശക്തി കൊണ്ട് അരക്കരെ നശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുമെങ്കിലും മടിയുണ്ട്. അനേകം വിഘ്നങ്ങളെ കടന്നിട്ടാണ് സുസ്ഥിരമായ തപോ നിയമത്തിൽ ഇരിക്കുവാൻ സാധിക്കുന്നത്. രാമ, ഞങ്ങൾ ഇന്നുവരെ സമ്പാദിച്ച ആ അനശ്വര തപസിദ്ധി ഉപേക്ഷിക്കുവാൻ തൃപ്തി തോന്നാത്തതുകൊണ്ട് മാത്രം ഞങ്ങളെ ഏറ്റവും ഉപദ്രവിക്കുന്നവരും ഭക്ഷിക്കുന്നവരുമായ രാക്ഷസന്മാർക്ക് ശാപം ഏകാത്തതാണ്. അതുകൊണ്ട് പ്രഭുവായ അങ്ങ് ദണ്ഡക വനവാസികളായ നിശാചരന്മാരുടെ ഉപദ്രവം ഏൽക്കുന്ന ഞങ്ങളെ അനുജനോടുകൂടി സംരക്ഷിക്കണേ. ഈ ഘോരാരണ്യവാസത്തിൽ വിശേഷിച്ചും അങ്ങല്ലാതെ ആരാണ് ഞങ്ങൾക്ക് നാഥനായിട്ടുള്ളത്? ഹേ ദേവി സീതേ, ബ്രാഹ്മണോത്തമന്മാരുടെ ഇത്തരത്തിലുള്ള ദീനാഭ്യർത്ഥന കേട്ടിട്ടാണ് ദണ്ഡകയിലെ ഋഷിവര്യന്മാരെ മുഴുവൻ ഞാൻ രക്ഷിക്കാമെന്ന് ഏറ്റത്. ഭക്തിയോടുകൂടി എന്നോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ മറക്കുക കൂടി ചെയ്തേക്കും. വൈദേഹി, ആ പുണ്യവാന്മാരോട് ഏറ്റ കാര്യം വെറും വാക്കു ആക്കുവാൻ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് സാധ്യമല്ല. എന്നെ ഏറ്റവും സന്തുഷ്ടനാക്കുന്നതും പ്രിയമേറിയതും സത്യമാണെന്ന് ദേവിക്ക് അറിയാത്തത് അല്ലല്ലോ. എൻ്റെ ജീവന് വേണ്ടി വന്നാൽ ദേവിയെയും ലക്ഷ്മണനെയും ഞാൻ ഉപേക്ഷിച്ചേക്കും. പ്രതിജ്ഞാഭംഗത്തിന് ഞാൻ തയ്യാറല്ല. അതിലും വിശേഷിച്ച് അമിത പ്രഭാവം എഴുന്ന ബ്രാഹ്മണന്മാരോട് ഏറ്റത്. അതുകൊണ്ട് തീർച്ചയായും ഞാൻ മാമുനീന്ദ്രന്മാരെ സംരക്ഷിക്കണം. പറയാതെ അറിഞ്ഞു ചെയ്യേണ്ട കാര്യമാണിത്. പറഞ്ഞതിനെപ്പറ്റി പിന്നെ സംശയിക്കാൻ ഉണ്ടോ? ദേവി, ഇത്രയും എന്നോട് പറയുവാൻ കാരണം എന്നിലുള്ള അചഞ്ചല പ്രണയമാണെന്ന് എനിക്കറിയാം. സീതയെ, ഭവതിയുടെ വാക്കുകൾ ഏറ്റവും സന്തുഷ്ടനാക്കി. എന്നാൽ നേരിട്ട് തെറ്റു ചെയ്യാത്ത ഏതൊരാളെയും ഞാൻ വധിക്കാറില്ലല്ലോ. അതും അക്ഷന്ധ്യമായ അപരാധങ്ങൾ ചെയ്യുമ്പോൾ മാത്രം. ഉത്തമ വംശത്തിനും ദേവിക്കും തികച്ചും യോജിച്ചവയാണ് ഇപ്പോൾ ഭവതി പറഞ്ഞ വാക്കുകൾ. ഹേ മൈഥിലി, ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുന്നു. എൻ്റെ ജീവനേക്കാൾ പ്രിയമേറിയവളാണ് എനിക്ക് നീ.
മഹാമനസ്കനായ ശ്രീരാമചന്ദ്രൻ ഏതൊരു ജീവിക്കും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ഹൃദയഗതിയോടുകൂടിയ പുരുഷോത്തമൻ മഹാരാജഋഷി പുത്രിയും സന്തത സഹധർമ്മിണിയുമായ സീതാദേവിയോട് സുസ്മേരവദനയായി ഇപ്രകാരം അരുളി ചെയ്ത് എഴുന്നേറ്റു. കുലച്ച ചാപവും ഘോര ശരവും നിശിത ഖഡ്ഗവുമേന്തിയ അനുജനോടുകൂടി പ്രകൃതിസുന്ദരമായ ആശ്രമഭൂമിയിലേക്ക് സാനന്ദം എഴുന്നള്ളി. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.